അതെ, നിങ്ങൾ ഈ പ്രൊക്രാസ്റ്റിനേഷൻ കേട്ടണ്ട, അതിനൊരാളും ഉണ്ടെങ്കിൽ അതാണ് ഞാൻ, ഈ ഇരിക്കണ ഞാൻ. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ നീക്കി കൊണ്ടുപോകും. അതിനാണ് ഇതിങ്ങനെ നമ്മൾ ഫാഷനിൽ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ നാടൻ ഭാഷയിൽ പറയാൻ വെച്ചാൽ മടി, നല്ല അസല് മടി, അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ എടുക്കുന്ന ഈ വീഡിയോ വരെ എന്റെ പ്രൊക്രാസ്റ്റിനേഷന്റെ റിസൾട്ടാണ്. അതായത് ഏകദേശം ഒരു മിഡ് ഡിസംബറോട് കൂടി പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച സാധനം ഡിസംബർ ലാസ്റ്റായി. ഇനിയെങ്കിലും പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത് പിന്നെ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ വിഷൻ ബോർഡ് 2026 ആണ്. പക്ഷെ അതിനെപ്പറ്റി പറയുന്നതിനെക്കാട്ടും മുന്നേ എനിക്ക് കുറെ കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് എന്നെ തട്ടി വരുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് എനിക്ക് പറയാനുണ്ട്. നമ്മളിപ്പോ ഫോൺ തുറന്നാൽ ആദ്യം കാണുന്ന ഒരു 5 വീഡിയോയിൽ 4 വീഡിയോ വിഷൻ ബോർഡിന്റെ വീഡിയോ ആയിരിക്കും. വിഷൻ ബോർഡ് തടഞ്ഞിട്ട് നടക്കാൻ പറ്റണില്ല. അതായത് കഴിഞ്ഞ കൊല്ലം എത്ര വാഴ വെച്ചു, അതിൽ എത്ര വാഴ കൊലച്ചു, എത്ര വാഴ കരിഞ്ഞു പോയി, അങ്ങനെ തുടങ്ങുന്ന വീഡിയോകളാണ് ഫുള്ള്. ഞാൻ ഈ മാനിഫെസ്റ്റേഷനെ ഒക്കെ പറ്റി കേൾക്കുന്നത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നാണ്. യൂണിവേഴ്സൽ ബിലീവർ എന്ന് വരെ എന്നെ വിളിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് ഈ മാനിഫെസ്റ്റേഷന്റെ കുറെ മെത്തേഡുകൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് പയറ്റിയിരുന്നു. അതായത് 5-5 369 പില്ലർ മെത്തേഡ്, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, അങ്ങനെ. പക്ഷെ ഉണ്ടല്ലോ, അന്നത്തെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇപ്പൊ ആലോചിച്ച് കഴിഞ്ഞാൽ ചിരിച്ച് കൊടലി വിരിയും. അതായത് പണിയെടുക്കാണ്ട് തടി കുറയ്ക്കണം, പഠിക്കാണ്ട് പരീക്ഷ പാസ്സാവണം, പിന്നെ വേറൊരു സാധനം ഉണ്ട്, ലോട്ടറി അടിക്കണം. ഈ വക സാധനങ്ങളായിരുന്നു ഞങ്ങളുടെ മെയിൻ ഐറ്റംസ്. ഓരോടനെ എന്തെങ്കിലും നമുക്ക് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർ പറയുന്നത്, നിനക്ക് ആ 5-5-5 മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യാറുന്നില്ലേ, നീ ആ പില്ലോ മെത്തേഡ് ട്രൈ ചെയ്തോ. അതായത് ഞങ്ങൾക്ക് ഒരിക്കലും വേറൊരു സ്ഥലത്തുനിന്ന് സൊല്യൂഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കണ്ട, ഫുൾ മാനിഫെസ്റ്റേഷൻ. എന്തുണ്ടെങ്കിലും അതിന്റെ സൊല്യൂഷൻ അതാണ്. അതായത് പണ്ടൊക്കെ നമ്മൾ സിനിമയിൽ കാണില്ലേ, മൊട്ടയിൽ കൂടോത്രം, അല്ലെങ്കിൽ ഈ തകിട് കുഴിച്ചിടുക, അങ്ങനത്തെ അതുപോലെ ഏതാണ്ട് എന്തുണ്ടെങ്കിലും മാനിഫെസ്റ്റേഷൻ. പേപ്പർ എടുക്കുക, എഴുതുക, തലോണയുടെ അടിയിൽ വെക്കുക, കല്ലിനോട് സംസാരിക്കുക, ഒരുമാതിരി സൈക്കോപാത്തുകൾ പെരുമാറുന്ന പോലെയായിരുന്നു പെരുമാറിയോണ്ടിരുന്നത്. അവസാനം എന്റെ വീട്ടിൽ വരെ ചോദിച്ചു, എന്റെ മോളെ നിനക്ക് വേറൊരു പണിയൂലേ? അപ്പൊ എനിക്ക് തോന്നിയത് ഇവർക്കൊക്കെ എന്തറിയാം, ബ്ലഡി ഗ്രാമവാസീസ്. ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്. ഇത് അന്ന് വെച്ച എന്റെ കുറെ മുട്ടകൾ കെട്ടുപോയി. കാരണം മുട്ട മാത്രം വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ അതിനുള്ള ചൂടും കൂടി കൊടുത്താലാണ് അത് വിരിയുള്ളൂ. അങ്ങനെ കാലം പോയപ്പോ ഞാൻ എല്ലാം മറന്നു ഇങ്ങനെ ഇരിക്കായിരുന്നു. ഒരു 2 കൊല്ലം മുന്നാണ് യുദ്ധഭൂമിയിൽ പുതിയ പഠനമായിട്ട് നമ്മുടെ വിഷൻ ബോർഡ് അവതരിക്കുന്നത്. അതായത് എവിടെ നോക്കിയാലും പിന്നെ വിഷൻ ബോർഡായിരുന്നു. അത് ഈ കൊല്ലമായപ്പോ എനിക്ക് തോന്നുന്നു എല്ലാവരും വിഷൻ ബോർഡ് ചെയ്യാന്ന്. കഴിഞ്ഞ കൊല്ലം വിഷൻ ബോർഡിലേക്ക് എഴുതാനുള്ള സാധനം, അതായത് വിഷൻ ബോർഡ് എന്തൊക്കെയാണ് എന്റെ വിഷൻസ്, ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ വിഷൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ ആ ബുക്കിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, മാറാല് പിടിച്ചിട്ട്. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, ഈ കൊല്ലം അങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്റെ പ്രൊക്രാസ്റ്റിനേഷൻ, എന്റെ മടി, അത് മാറ്റി ഈ കൊല്ലെങ്കിലും എനിക്കൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കണം. അങ്ങനെ അപ്പൊ ഈ 2026 തീരുന്നേക്കാട്ടും മുന്നേ മാനസിക ഒരു വിഷൻ ബോർഡ് ഒരു പദ്ധതി നമ്മളിവിടെ പൂവണിക്കാണ്. ആദ്യം നമ്മുടെ വിഷൻ ബോർഡ് ഇപ്പൊ സക്സസ് ആയിട്ടുണ്ട്. പക്ഷെ അത് വെറുതെ വിഷൻ ബോർഡ് ആക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം. സത്യം പറഞ്ഞാൽ കഥ ഇനിയാണ് തുടങ്ങുന്നത്.